ഹലോ എവ്രി വൺ, വെൽക്കം ടു കെംഫോർട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർക്ക് അസിസ്റ്റന്റ് കെമിസ്റ്റ് 2022 നടന്നിട്ടുള്ള എക്സാമിന്റെ പ്രീവൈക്യു ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു എക്സാമിന്റെ സിലബസ് വരുന്നത് നമുക്ക് വരാൻ പോകുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് ആർക്കിയോളജി, ഈ രണ്ട് പോസ്റ്റിന്റെയും സിലബസിന്റെ സെയിം സിലബസ് ആണ് വരുന്നത്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, what is the shortest wavelength line in nanometer in the Lyman series of hydrogen spectrum? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലൈമാൻ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വരുന്ന ലൈൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് കിട്ടും. ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇതിൽ തന്നെ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ n=1 ആ എനർജി ലെവലിലേക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും, അതായത് ഹയർ എനർജി ലെവൽസിൽ നിന്നും ഇലക്ട്രോൺസ് ഡി എക്സൈറ്റ് ചെയ്ത് വരുമ്പം നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം ആണ് ഈ പെർട്ടിക്കുലർ ലൈമാൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലോവർ എനർജി ലെവൽ എവിടേക്കാണോ അത് തിരിച്ചു വരുന്നത് അതാണ് നമ്മുടെ 1 ഫസ്റ്റ് എനർജി ലെവലിലേക്കാണ് വരിക. പിന്നെ n2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ എനർജി ലെവൽ ആയതുകൊണ്ട് 2 മുതൽ അങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി വരെയുള്ള എനർജി ലെവൽസിൽ നിന്നും നമുക്ക് ലൈൻസ് കിട്ടും. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വേവ് ലെങ്ത് കാണാനാണ്, അതായത് ലാംഡ കാണാനാണ്. ബട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂബാറിന്റെ ഇക്വേഷൻ ആണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/λ. ആൻഡ് നമുക്ക് അങ്ങനെ ഈ ലാംഡ കണ്ടുപിടിക്കാം. സോ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ന്യൂബാർ ഈസ് ഈക്വൽ ടു 1/λ, which is equal to 109677 into 1/n1 square minus 1/n2 square centimeter inverse, where ഈ 109677 ഈ ഒരു വാല്യൂവിനെ നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് which is in centimeter inverse. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് ആദ്യം ചെയ്യുന്നത് ന്യൂബാർ കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിൽ നിന്നും ലാംഡ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ നമുക്കറിയാം n1 എന്ന് പറയുന്നത് 1 ആണ്, ദാറ്റ് ഇസ് ഫിക്സ്ഡ്. ഇനി n2ന്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. ലൈമാൻ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, അതായത് ലാംഡന്റെ വാല്യൂ ചെറുതായിരിക്കണം, വിച്ച് മീൻസ് ന്യൂബാർ വിൽ ബി ഹൈ. ന്യൂബാറിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ ബേസിക്കലി കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ന്യൂബാറിന്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ സെക്കൻഡ് ടേം ഇല്ലെങ്കിൽ, സെക്കൻഡ് ടേം അതായത് ഈ മൈനസ് വന്നിട്ടുള്ള ഈ ടേം ഇല്ലെങ്കിൽ നമ്മുടെ വാല്യൂ ആയിരിക്കും മാക്സിമം ആയിരിക്കും. അപ്പൊ ഈ ടേം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? n2ന്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുക്കണം. n2 ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/n2 സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയി മാറും. സോ ഈ വാല്യൂ നമുക്ക് അങ്ങനെ തന്നെ ഒഴിവാക്കാം. പിന്നെ ആകെ ഉള്ളത് 109677 into 1/n1 square, അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 109677 into 1/1 square എന്ന് വരും, സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി ലാംഡ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 109677 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ വാല്യൂസ് വരുന്നത് വളരെ ഡിഫറെന്റ് വാല്യൂസ് ആണ്. അതായത് വാല്യൂസ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. 1/11 into 10⁴ എന്ന് ഞാൻ എഴുതുന്നു. കാരണം എന്താ? 10.966 തൽക്കാലത്തേക്ക് 11 എഴുതി. ദെൻ ഇൻറ്റു 10⁴ വരും, അത്രയും സെന്റിമീറ്റർ വരും. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 0.09 ഇൻറ്റു 10⁻⁻⁴ സെന്റിമീറ്റർ. ഈ 10⁻⁻⁴ മേലെ എടുത്താൽ 10⁻⁻⁴ ആയി. 1/11 ചെയ്താൽ 0.09 കിട്ടും. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഈ സെന്റിമീറ്ററിന് പകരം 10⁻⁷ നാനോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.09 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 10⁻⁷ നാനോമീറ്റർ. അപ്പൊ എന്ത് കിട്ടി? 0.09 ഇൻറ്റു 10⁻³ നാനോമീറ്റർ എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 90 നാനോമീറ്റർ. നമ്മൾ ഓപ്ഷൻസ് നോക്കിയാട്ടെ. ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ 91.2 ഇതാണ് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡൈപോൾ മൊമെന്റ് ഓഫ് HCl is 1.0
dBA and the distance between atoms is 127 picometer. What is the percentage ionic character of HCl bond? ഈ HCl ബോണ്ടിന്റെ പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി ആ ബോണ്ട് എത്രമാത്രം പോളാർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ, ഡൈപോൾ മൊമെന്റ് മ്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി. ഇതിന്റെ യൂണിറ്റ് വരുന്നതാണ് ഡിബെ. ബേസിക്കലി ഈ യൂണിറ്റ് CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ്. ആൻഡ് 1 ഡിബെ ഈസ് ഈക്വൽ ടു 10⁻⁻⁶ ESU സെന്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളുടെ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് അയോണിക് ക്യാരക്ടർ കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പെർസെൻറ്റേജ് അയോണിക് ക്യാരക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണിത്. മ്യൂ ഒബ്സർവ്ഡ് ഡിവൈഡഡ് ബൈ മ്യൂ കാൽക്കുലേറ്റഡ് ഇൻറ്റു 100. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റനിൽ ഓൾറെഡി ഇവിടെ ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഡൈപോൾ മൊമെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് മ്യൂ കാൽക്കുലേറ്റഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ചാർജ് നമുക്കറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയാം, ഡിസ്റ്റൻസും അറിയാം, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മ്യൂ കാൽക്കുലേറ്റഡ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഈ ക്യൂന്റെ വാല്യൂ ബേസിക്കലി ഇറ്റ് ഈസ് ദി ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ആൻഡ് ഇതൊരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ വാല്യൂ ഓർത്തിരിക്കണം. 4.8 ഇൻറ്റു 10⁻⁻10 ESU, അതാണ് നമ്മുടെ ക്യൂന്റെ വാല്യൂ വരുന്നത്. പിന്നെ ക്വസ്റ്റനില് ഡി തന്നിട്ടുണ്ട്, 127 പൈക്കോമീറ്റർ ആണ്. സോ 127 ഇൻറ്റു 10⁻⁻10 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6.12 ഇൻറ്റു 10⁻⁻18 ESU സെന്റിമീറ്റർ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ കാണാം. മ്യൂ ഒബ്സർവ്ഡ് ആണ് 1.03 ഡിബെ. സോ 1.03 ഡിബെ divided by 6.12 into 10⁻⁻18 ESU സെന്റിമീറ്റർ. ഇനി ഇവിടുത്തെ ഈ ഡിബേനെ നമ്മൾ ESU സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. 1 ഡിബെ ഈസ് ഈക്വൽ ടു 10⁻⁻18 ESU സെന്റിമീറ്റർ. അത് ഓൾറെഡി നമുക്ക് അറിയാം, ആ വാല്യൂ ഓർത്തിരിക്കണം, ആ റിലേഷൻ. സോ 1 ഡിബേക്ക് പകരം, ഇവിടുത്തെ ഡിബേക്ക് പകരം എന്തെഴുതാം? 1 ഡിബെ എന്ന് പറഞ്ഞാൽ 10⁻⁻18 ESU സെന്റിമീറ്റർ ആണ്. സോ ഡിബേക്ക് പകരം 10⁻⁻18 ESU സെന്റിമീറ്റർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 6.12 ഇൻറ്റു 10⁻⁻18 ESU സെന്റിമീറ്റർ ഇൻറ്റു 100. ഈ യൂണിറ്റ്സ് ഒക്കെ ക്യാൻസലായി. 10⁻⁻18 10⁻⁻18 ക്യാൻസലായി. ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ 16.83% ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഫോമൽ ചാർജ് ഓഫ് സൾഫർ ആറ്റം ഇൻ SO2. SO2ലെ സൾഫർ ആറ്റത്തിന്റെ ഫോമൽ ചാർജ് ആണ് കാണേണ്ടത്. ഫോമൽ ചാർജ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫോമൽ ചാർജ് Fc ഓഫ് an atom in a Lewis structure is equal to total number of valence electrons in the free atom minus total number of non-bonding electrons അല്ലെങ്കിൽ lone pair electrons minus half into total number of bonding അല്ലെങ്കിൽ shared electron. അപ്പൊ ആദ്യം നമുക്ക് സൾഫർ SO2ന്റെ സ്ട്രക്ചർ വരയ്ക്കാം. ഫോമൽ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ ആറ്റം. വാലൻസ് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയത്ത് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ലോൺ പെയർ ഇലക്ട്രോൺ എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ് ആണ് ഇപ്പൊ ലോൺ പെയർസ് ആയിട്ടുള്ളത്, 2 മൈനസ് ഹാഫ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് അല്ലെങ്കിൽ ഷെയർഡ് ഇലക്ട്രോൺസ്. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1 2 3 4 5 6 7 8 ഇൻറ്റു 8 വരും. നമുക്ക് കിട്ടുന്ന ആൻസർ വരുന്നത് 0 ആണ്. ഓക്കെ, അതായത് സൾഫറിന്റെ മേലെ ചാർജ് ഒന്നും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഇനി നിങ്ങൾക്ക് ഈ ഫോർമുല അറിയില്ലെങ്കിലും കൂടി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ അറിയാം. ബേസിക്കലി അതില് സൾഫറിന്റെ മേലെ എന്തില്ല? പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് 0 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് മൊളിക്യൂൾസ് ഹാവ് ഹയസ്റ്റ് വാല്യൂ ഓഫ് പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഫോർ ദി സെൻട്രൽ ആറ്റം? സെൻട്രൽ ആറ്റത്തിന്റെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ആണ് ചോദിക്കുന്നത്. ബേസിക്കലി നമുക്ക് എന്താണ് കാണേണ്ടത്? ഹൈബ്രിഡൈസേഷൻ ആണ് കാണേണ്ടത്. ഹൈബ്രിഡൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണ് എസ് ക്യാരക്ടർ കൂടുതൽ എന്ന് പറയാൻ പറ്റും.
ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെറിക് നമ്പർ അല്ലെങ്കിൽ ഹൈബ്രിഡ് നമ്പർ കാണണം. സോ ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു വി പ്ലസ് എം മൈനസ് സി പ്ലസ് എ. വി എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റത്തിലുള്ള വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണാണ്. എം എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മോണോവാലന്റ് ആയിട്ടുള്ള ആറ്റത്തിന്റെ എണ്ണമാണ്. ദെൻ സി എന്ന് പറയുന്നത് കാറ്റോണിക് ചാർജും എ എന്ന് പറയുന്നത് ആനോണിക് ചാർജും ആണ്. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം സ്റ്റെറിക് നമ്പർ കാണണം. സ്റ്റെറിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ HCO3. HCO3 നമ്മുടെ സ്റ്റെറിക് നമ്പർ വരിക ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺസ് 8 വാലൻസ് ഇലക്ട്രോൺസ് ആണ് സിനോണ്. ദെൻ മോണോവാലന്റ് ആറ്റംസ് ഒന്നുമില്ല, ഓക്സിജൻ ഡൈവാലന്റ് ആണ്, സോ അതില്ല. കാറ്റോണിക് ചാർജോ ആനോണിക് ചാർജോ അതോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. സ്റ്റെറിക് നമ്പർ 4 ആണെങ്കിൽ ഇതാ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ SF6. സ്റ്റെറിക് നമ്പർ എന്ത് വരും? ഹാഫ് ഇൻറ്റു സൾഫറിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6. ദെൻ 6 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് വിച്ച് ഇസ് മോണോവാലന്റ്, അഗെയിൻ 6 വരുന്ന സമയത്ത് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3d2. നെക്സ്റ്റ് വൺ BeF2. BeF2ന്റെ കേസിൽ സ്റ്റെറിക് നമ്പർ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബെറിലിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 2 ആണ്, അതേപോലെ നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റം 2. ടോട്ടൽ 2 വരും. 2 വരുന്ന സമയത്ത് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp ആണ്. ദെൻ ഫൈനലി SF4. S is equal to ഹാഫ് ഇൻറ്റു 6 ആണ് വാലൻസ് ഇലക്ട്രോൺസ്, മോണോവാലന്റ് ആറ്റംസ് 4, അങ്ങനെ 5 കിട്ടും. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3d2. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് അയോണിക് ക്യാരക്ടർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ sp3 എന്ന് പറയുമ്പോൾ ഒരു എസും 3 p ആണുള്ളത്. സോ എസിന്റെ കോൺട്രിബ്യൂഷൻ 1ഉം ടോട്ടൽ വരുന്നത് 4ഉം ഇൻറ്റു 100 വരും. ഇവിടെ SF6ന്റെ കേസിൽ sp3d2 ആണ്. ടോട്ടൽ 6 ഉണ്ട്. sp3d2 6 ആണ് വരുന്നത്. ടോട്ടൽ എസ്, ഒരു എസ്, 3 p, 2 d. അതില് എസിന്റെ കോൺട്രിബ്യൂഷൻ 1 മാത്രമാണ്. സോ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഇത്ര വരും. ദെൻ തേർഡ് വൺ BeF2. BeF2ന്റെ കേസിൽ എന്ത് വരും? 1/2 ഇൻറ്റു 100 എന്ന് വരും. അതേപോലെ SF4ന്റെ കേസിൽ SF4ന്റെ കേസിൽ sp3d2 അല്ല, sp3d ആണ്. കാരണം 5 അല്ലേ ഉള്ളൂ. 5 വരുമ്പം എസ്, 3 p, 1 d. 1/5 ഇൻറ്റു 100 എന്ന് വരും. അപ്പൊ നിങ്ങൾ നോക്കിയെങ്കിൽ റേഷ്യോ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും വലിയ റേഷ്യോ വരുന്നത് ഏതാ? 1/2 ഇൻറ്റു 100 ആണ്. സോ BeF2 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേവ് ഫങ്ഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ കോൾഡ്. ഓപ്ഷൻ എ ഓർബിറ്റ്, ബി ഓർബിറ്റൽസ്, സി പ്രോബബിലിറ്റി, ഡി ഓൾ ദി അബവ്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ആറ്റത്തിന്റെ അകത്തുള്ള ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ഓർബിറ്റ്, ഓർബിറ്റൽ പ്രോബബിലിറ്റി അതൊക്കെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, അറിയുന്നതായിരിക്കും. Then 1 AMU is equal to, again ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഗ്രാമിലാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമിന് വരുന്ന വാല്യൂ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാംസ് ആണ്. നെക്സ്റ്റ്, the electronic configuration of an element is 1s2, 2s2, 2p6, 3d5, 4s1. This represents excited state, ground state, cation form, ആനുവൽ ഫോം. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിക്കലി PSCന്റെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ കീയില്. അതിന് കാരണം നമുക്ക് നോക്കാം. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3d5, 4s1. ഈ കോൺഫിഗറേഷൻ നമുക്കറിയാം. 4s1, 3d5 എന്ന് പറയുന്നത് ക്രോമിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിചാരിക്കും. ബട്ട് എന്താ, നമ്മുടെ മാംഗനീസ് എടുത്തു കഴിഞ്ഞാൽ എമ്മിന്റെ കേസിൽ നമുക്കറിയാം 4s2, 3d5 ആണ്. ദെൻ Mn പ്ലസ് ആവുന്ന സമയത്ത് എന്ത് പറ്റും? 4s ഒരു ഇലക്ട്രോൺ പോയി 4s1, 3d5 എന്ന് വരും. സോ ഇതും എന്ത് തന്നെയാണ്? ഈ കോൺഫിഗറേഷൻ തന്നെയാണ് ബേസിക്കലി. സോ അത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇത് രണ്ടും ശരിയാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയത്.
നെക്സ്റ്റ് ദ സെറ്റ് റെപ്രസെന്റിങ് കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ഫസ്റ്റ് അയണൈസേഷൻ എനർജിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ കളയാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് എലിമെന്റ്സ് ആണിത്. ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കായിരിക്കും? ഈ ഒരു സെറ്റില് ഒബ്വിയസ്ലി ലിഥിയത്തിനായിരിക്കും അല്ലെ? കാരണം എന്താ, നമ്മുടെ പൊട്ടാസ്യം ആകുമ്പോഴത്തേക്കും ഷെല്ലിന്റെ എണ്ണം കൂടും, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിന്റെ എനർജി ആയിരിക്കും ഏറ്റവും കുറവ്. സോ ഈ ആൻസർ തെറ്റാണ്. നെക്സ്റ്റ് വരുന്നത് ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം. അതിന്റെ ബെറിലിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി വരുന്നത്. ദെൻ ഫോളോഡ് ബൈ മെഗ്നീഷ്യം, ഫോളോഡ് ബൈ കാൽഷ്യം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. അടുത്തത് ഇത് നോക്കാം. ബോറോണും കാർബണും നൈട്രജൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ ഗ്രേറ്റർ ദാൻ കാർബൺ ഗ്രേറ്റർ ദാൻ ബോറോൺ. സോ അക്രോസ് എ പീരീഡ്, ഒരു പീരീഡിൽ അക്രോസ് ആവുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അയണൈസേഷൻ എനർജി കൂടാണ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടും. ഡൗൺ ദി ഗ്രൂപ്പിലാവുന്ന കേസിൽ യൂഷ്വലി അയണൈസേഷൻ എനർജി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ എന്ത് വരില്ല? ഓപ്ഷൻ സി വരില്ല. ദെൻ ജെർമാനിയം, സിലിക്കൺ, കാർബൺ ഇതെടുത്തു കഴിഞ്ഞാൽ ഏത് ഓർഡറാ വരിക? കാർബണിനായിരിക്കും കൂടുതൽ, ദെൻ സിലിക്കൺ, ദെൻ ജെർമാനിയം. സോ ഇതും റോങ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഹാലജൻ ദാറ്റ് ക്യാൻ ബി ഈസിലി റിഡ്യൂസ്ഡ്. പെട്ടെന്ന് റിഡക്ഷൻ നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആവുന്ന ഹാലജൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? H2ന്റെ കേസിൽ നമ്മൾ അതിനെ റിഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2H- കിട്ടി. ഇത് റിഡക്ഷൻ നടന്നു നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യുന്നത്? H2 അതായത് അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റില് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അത് -1 കുറഞ്ഞു. സോ ഇതൊരു റിഡക്ഷൻ ആണ് ബേസിക്കലി നടക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എത്ര വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. സോ ഫ്ലൂറിൻ ആയിരിക്കും പെട്ടെന്ന് ഇലക്ട്രോണെ ക്യാപ്ചർ ചെയ്തിട്ട് H- ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ F2 ആയിരിക്കും ഏറ്റവും വേഗത്തിൽ റിഡ്യൂസ് ചെയ്യപ്പെടുക. ഫോളോഡ് ബൈ ക്ലോറിൻ, ഫോളോഡ് ബൈ ബ്രോമിൻ, ദെൻ ഐഡിൻ. വേറൊരു രീതിയിൽ പറഞ്ഞാല് ഏറ്റവും വേഗം റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അവരാരായിരിക്കും? ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ ആളെ ഓക്സിഡൈസ് ചെയ്യും, സ്വയം റിഡക്ഷൻ നടക്കും. അതാണല്ലോ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ പെട്ടെന്ന് റിഡക്ഷൻ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളാണ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്. നമുക്ക് അറിയുന്ന കാര്യമാണ് ഫ്ലൂറിൻ ഈസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് POP ബോൺസ് ഇൻ സൈക്ലിക് മെറ്റാഫോസ്ഫോറിക് ആസിഡ്. മെറ്റാഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫറസിന്റെ ഒരു ഓക്സോ ആസിഡ് ആണ് ബേസിക്കലി. ഇതിലെ സൈക്ലിക് മെറ്റാഫോസ്ഫോറിക് ആസിഡ് അതായത് ട്രൈ മെറ്റാഫോസ്ഫോറിക് ആസിഡിന്റെ POP ബോണ്ടുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ബോണ്ടാണ് POP. ദെൻ നെക്സ്റ്റ് POP, next one POP. So total 3 bonds are there. Next one, which among the following is an organometallic compound? കൊടുത്തിരിക്കുന്നവയിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ലിഥിയം മെത്തോക്സൈഡ്, ലിഥിയം അസറ്റേറ്റ്, ലിഥിയം ഡൈമിഥൈലമൈഡ്, മീഥൈൽ ലിഥിയം. നമുക്ക് ഓരോന്നിന്റെയും സ്ട്രക്ചർ വൈസ് നോക്കാം. ലിഥിയം മെത്തോക്സൈഡ് എന്ന് പറയുന്നത് CH3OLi ഇതാണ്. ദെൻ ലിഥിയം അസറ്റേറ്റ് വരുന്നത് CH3COOLi ആണ്. നെക്സ്റ്റ് ചോദിച്ചത് ലിഥിയം ഡൈമീഥൈൽ അമൈഡ്. ലിഥിയം ഡൈമീഥൈൽ അമൈഡ് വരുന്നത് NLi ആണ്. നെക്സ്റ്റ് മീഥൈൽ ലിഥിയം നമുക്കറിയാം CH3Li. ഇതില് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണും മെറ്റലും തമ്മിൽ ഡയറക്റ്റ് ബോണ്ട് വരുന്ന കോമ്പൗണ്ട് ആണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയ ഏതിലാണ് കാർബണും അതേപോലെ തന്നെ ലിഥിയം തമ്മിൽ ഡയറക്റ്റ് ബോണ്ട് വരുന്നത്? നമ്മുടെ CH3Liയിലാണ് ബോണ്ട് വരുന്നത്. നമുക്ക് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ബാക്കി ഒന്നിനും തന്നെ മെറ്റലും അതായത് ലിഥിയവും കാർബണും തമ്മിൽ ഡയറക്റ്റ് ബോണ്ട് വരുന്നില്ല.
Next, when excess of ammonia solution is added to copper sulfate solution, dash is formed. Okay. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമുക്ക് അതിന്റെ റിയാക്ഷൻ നോക്കാം. നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് എക്സസ് ആയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്താൽ എന്ത് കിട്ടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടുന്നത് CuNH3 4 times SO4 പിന്നെ വാട്ടർ മോളിക്യൂൾസ്. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് K3Al(C2O4) thrice is called. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ക്വസ്റ്റ്യനില് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ത്രൈസ് വേണമായിരുന്നു, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ആക്ച്വലി ത്രൈസ് ഉണ്ട്. ഓക്കെ, ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബേസിക്കലി IUPAC നെയിമിംഗ് ഓഫ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. ഇവിടെ Al(C2O4) thrice. പുറത്ത് 3 പൊട്ടാസ്യം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് 3- എന്ന് എഴുതാം. ഓക്കെ, ഇനി അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ ലിഗാൻഡിന്റെ ചാർജ് അറിയണം. ഇത് നമ്മുടെ ഓക്സിഡേറ്റീവ് ലിഗാൻഡ് ആണ്, CO-CO-. സോ ഒരു ലിഗാൻഡിന്റെ അകത്ത് -2 ചാർജ് ഉണ്ട്. എന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് 3 CO- ഉണ്ട്. സോ 3 × 2 6 മൈനസ് ചാർജ് വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു -3. അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിന് +3 ചാർജ് ആയിരിക്കും. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എയും റോങ് ആണ്, ഓപ്ഷൻ ഡിയും റോങ് ആണ്. കാരണം നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ആനിയോണിക് കോംപ്ലക്സ് ആണ്. കാരണം നമുക്ക് ആനിയോന്റെ ടേംസിലാണ് എഴുതുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യാം? ആദ്യം തന്നെ മെറ്റലിന്റെ പേര് പറയും. ഓക്കെ, ആ ഫ്രണ്ടിലുള്ള മെറ്റലിന്റെ പേര് പറയും. അപ്പൊ പൊട്ടാസ്യം ആണ് ഫ്രണ്ടിലുള്ളത്. ദെൻ ട്രൈ ഓക്സലേറ്റോ, 3 ഓക്സലേറ്റ് മൊളിക്യൂൾസ്, ഓക്സലേറ്റോ ലിഗാൻസ് ഉണ്ട്. ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ് 3. സോ ഓപ്ഷൻ ബി അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോമ്പൗണ്ട് വിത്ത് molecular mass 112 is transparent in UV spectrum. In infrared spectrum it shows 2 bands at 2940 and 1464 centimeter inverse. In the NMR it forms a singlet at 8.48 delta. Identify the compound. 4 ഓപ്ഷൻസിൽ സൈക്ലോ ഒക്ടെയിൻ ഉണ്ട്, ഒക്ടെയിൻ ഉണ്ട്, ഹെപ്റ്റെയിൻ ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഇതിലിപ്പോ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇതും ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ പറയാം, നമ്മളോട് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മാസ് 112 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ട്രാൻസ്പെറന്റ് ഇൻ UV സ്പെക്ട്രം. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? UV സ്പെക്ട്രം തരില്ല, അല്ല. UV സ്പെക്ട്രം ആരെ തരാ? ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്ന സമയത്താണ് നമുക്ക് UV സ്പെക്ട്രം കിട്ടുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷന് സ്കോപ്പുള്ള ആളായിരിക്കില്ല. അതാണ് ബേസിക്കലി. നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കിയാട്ടെ. സൈക്ലോ ഒക്ടെയിൻ ഉണ്ട്, ഒക്ടെയിൻ ഉണ്ട്, ഹെപ്റ്റെയിൻ ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഇതില് ബെൻസീന്റെ അകത്ത് നമുക്ക് പൈ ബോൺസ് ഉണ്ട്. സോ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ബെൻസീനിൽ നടക്കും, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കും. അതുകൊണ്ട് ഒരിക്കലും ബെൻസീൻ ആവാൻ ചാൻസ് ഇല്ല. ഇനി ഇൻ ദി ഇൻഫ്രാറെഡ് സ്പെക്ട്രം ഇറ്റ് ഷോസ് 2 bands at 2940 1464. അത് IR ബാൻഡ്സ് ആണ് തന്നിട്ടുള്ളത്. ബേസിക്കലി ഈ ഒരു ബാൻഡ് എന്ന് പറയുന്നത് CH സ്ട്രെച്ചിങ് ബാൻഡും അതേപോലെ 1464 എന്ന് പറയുന്നത് CH ബെൻഡിങ് ബാൻഡും ആണ്. ഓക്കെ, നമുക്ക് ഇനി വാല്യൂസ് അറിയില്ലെങ്കിലും കൂടി നമുക്ക് സോൾവ് ചെയ്യാം. ഇനി ഇൻ ദി NMR ഇറ്റ് ഫോംസ് എ സിംഗ്ലറ്റ്. അതായത് നമുക്ക് NMR എടുക്കുന്ന സമയത്ത് ഒറ്റൊരു സിംഗ്ലറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് NMRന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുള്ളത് 8.48 ഡെൽറ്റ ആണ്. ഈ ഒരു വാല്യൂ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ വാല്യൂ ആണ്. മേ ബി ഇതിലെ വാല്യൂ തെറ്റായത് കൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലെ സിംഗ്ലറ്റ് മാത്രം, അതായത് ഒറ്റൊരു സിഗ്നൽ മാത്രം കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് ആകെ കൂടെ സൈക്ലോ ഒക്ടെയിന് മാത്രമാണ്. കാരണം അതൊരു സൈക്ലിക് സ്ട്രക്ചർ ആണ്. എല്ലാ കാർബണും എല്ലാ ഹൈഡ്രജനും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആകെ കൂടെയുള്ള ഓപ്ഷൻ ഇതാണ്. പിന്നെ ഒക്ടെയിൻ ആണെങ്കിലും നമുക്കറിയാം ലോങ് ചെയിൻ കോമ്പൗണ്ട് ആണ്. ഇങ്ങനെ വരും, ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ആണ്. 1 2 3 4 5 6 7 8. ഇതില് ലാസ്റ്റത്തെ രണ്ടാൾക്ക് സെയിം സിഗ്നൽ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ CH പ്രോട്ടോൺസിനും അതിന്റെ നെയ്ബർ പ്രോട്ടോണിന്റെ അനുസരിച്ചിട്ട് സിഗ്നൽ മാറും. ഓക്കെ, അപ്പൊ അതിൽ ഒന്നിൽ കൂടുതൽ സിഗ്നൽ എന്തായാലും പോസിബിൾ ആണ്. ഹെപ്റ്റൈന്റെ കേസിലും അങ്ങനെ തന്നെ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് അത്ര മാച്ചിങ് അല്ലാത്തതുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുള്ളത്.
Next, the complex ion CrH2O 2 plus has d orbital electronic transition with energy of 169 kilojoule per mole. At what wavelength does this CrH2O 2 plus can absorb? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ, ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷന്റെ എനർജിയാണ് തന്നിട്ടുള്ളത്. ആ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എനർജിയും വേവ് ലെങ്ത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡയറക്റ്റ് അറിയാം. E is equal to hc/λ അല്ലെ. ഇതിൽ ലാംഡയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലാംഡ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, hc/e എന്ന് എഴുതാം. ഓക്കെ അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇക്വേഷനിൽ ഇന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 169 കിലോ ജൂൾ പെർ മോൾ. ഇതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്താൽ 169 into 10⁻³ ജൂൾ പെർ മോൾ വരും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഇസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10⁻³ joule seconds. Then light in the velocity 3 into 10⁸ meter per second divided by 169 into 10⁻³ joule per mole. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ യൂണിറ്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇവിടെ ജൂളിന്റെ കട്ടായി. ദെൻ സെക്കൻഡ് ഇൻവേഴ്സും കട്ടായി. നമ്മളോട് ചോദിച്ചത് നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് ആണ്. ആദ്യം നമുക്ക് മീറ്ററിൽ കാണാം. മീറ്ററിൽ കണ്ടിട്ട് നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബട്ട് ഇവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പെർ മോള് ഡിനോമിനേറ്ററിലുണ്ട് അല്ലെ. പെർ മോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, മോൾ ഇൻവേഴ്സ് എഴുതാം. ഒരു മോൾ ഇൻവേഴ്സ് ഡിനോമിനേറ്ററിലുണ്ട്. അപ്പൊ ഈ മോൾ ഇൻവേഴ്സ് നമുക്ക് ആവശ്യമില്ല. അതായത് ഒരു മോളിന്റെ എനർജിയാണ് ഈ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ പെർ മോൾ എന്നുള്ളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ന്യൂമറേറ്ററിൽ ഒരു പെർ മോൾ കൊണ്ടുവരേണ്ടി വരും. അതായത് ഒരു മോളിന്റെ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണല്ലോ. സോ നമ്മൾ ഈ 6.022 into 10⁻23 മോൾ ഇൻവേഴ്സ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. മോൾ ഇൻവേഴ്സ് അതേപോലെ മോൾ ഇൻവേഴ്സ് ക്യാൻസലായി. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് വരുന്നത് 0.708 into 10⁻⁻6 മീറ്റർ ആണ്. ചോദിച്ചത് നാനോമീറ്ററിലാണ്. സോ 708 into 10⁻⁻9 മീറ്റർ എന്ന് എഴുതാം. അത് ഫൈനലി 708 നാനോമീറ്ററിന് വരും. ഓപ്ഷൻ A ആണ്. Next one, the method of electrolytic refining is not suitable for the extraction of. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്തിട്ട് മെറ്റലിന്റെ പ്യുവർ ഫോമിനെ എക്സ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ഏത് മെറ്റലിനാണോ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതിന്റെ ആ ഇംപ്യൂർ മെറ്റലിനെ നമ്മൾ ആനോഡാക്കി വെക്കും. അതേ മെറ്റലിന്റെ തന്നെ ഒരു ഹൈലി പ്യുവർ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് കാഥോഡായിട്ട് വെക്കും. സോ ആനോഡ് എന്ന് പറയുന്നത് ഇംപ്യൂറും നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ളതും സെയിം മെറ്റലിന്റെ. എന്നിട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള ആനോഡിൽ നിന്നും പ്യുവർ ആയിട്ടുള്ള മെറ്റൽസ് കാഥോഡിലേക്ക് പോകും. അങ്ങനെ കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ ബാക്കി ഇൻസോലിബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ വന്നിട്ട് സെറ്റിൽ ചെയ്യും. ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പം ഇത് പെർട്ടിക്കുലർലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ, നിക്കല്, ഗോൾഡ്, ലെഡ്, സിൽവർ, സിങ്ക് ഇങ്ങനത്തെ മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെർക്യൂറി നമുക്കറിയാം റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെർക്യൂറി വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇലക്ട്രോഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അതിന്റെ ഇലക്ട്രോഡ്സ് വേണം, സോളിഡ് ഫോമിൽ വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് അവിടെ പോസിബിൾ അല്ല. നമ്മൾ മെർക്യൂറിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. ലിക്വിഡ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ മെർക്യൂറിക്ക് യൂസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ് ആൻഡ് കാർബോക്സിപെപ്റ്റിഡേസ് എ റെസ്പെക്റ്റീവ്ലി ആർ. ഇതില് കാർബോണിക് അൻഹൈഡ്രേസിന്റെയും കാർബോക്സിപെപ്റ്റിഡേസിന്റെയും ബയോളജിക്കൽ ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി ഇത് രണ്ടും മെറ്റാലോ എൻസൈംസ് ആണ്. ഇവരുടെ ബേസിക് ഫംഗ്ഷൻ വരുന്നത് നമ്മുടെ കാർബോണിക് അൻഹൈഡ്രേസ് യൂസ് ചെയ്യുന്നത് ഇന്റർ കൺവേർഷൻ ഓഫ് CO2 ആൻഡ്
CO2 ആൻഡ് കാർബണേറ്റ്സ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെയും കാർബണേറ്റ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷനാണ് അത് ചെയ്യുന്നത്. അതിന്റെ കാർബണിക് അൻഹൈഡ്രേറ്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെറ്റൽ ആറ്റം Zn2+ ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു മെറ്റാലോ എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ് എ ബേസിക്കലി ചെയ്യുന്നത് CONH ബോണ്ട്, അതായത് പെപ്റ്റൈഡ് ബോണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയോൺസ് ഫോം ചെയ്യും. ഇവിടെയും ഇൻവോൾവ് ആയിട്ടുള്ള മെറ്റൽ Zn2+ ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോവിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, നമ്മുടെ ബയോഇനോർഗാനിക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സിങ്ക്, കോപ്പർ, അയൺ, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതാണെന്നാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ പെറോക്സിഡൈസ് കൊടുത്തിട്ടുണ്ട്. പെറോക്സിഡൈസ് എന്ന് പറയുന്നത് ഒരു അയൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ്. അതിന്റെ പ്രോപ്പർട്ടി H2O2ന്റെ ഡീകമ്പോസിഷൻ ആണ് ചെയ്യുന്നത് ബേസിക്കലി. എന്നിട്ട് ആ H2O2ന്റെ ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഇൻഓർഗാനിക് കോമ്പൗണ്ടിന് ഓക്സിഡേഷൻ നടക്കും. അതാണ് ബേസിക്കലി നടക്കുന്നത്. സോ പെറോക്സിഡൈസ് നമുക്ക് എന്ത് ചെയ്യാം, Fe ആയിട്ട് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ, കാർബോക്സി പെപ്റ്റിഡേസ് ഉണ്ട്, ഹീമോസയനിൻ ഉണ്ട്, നൈട്രോജനേസ് ഉണ്ട്. ഇവരെ നമുക്ക് നോക്കാം. ഇതില് ഹീമോസയനിൻ എന്ന് പറയുന്നത് ഒരു നോൺ ഹീം പ്രോട്ടീൻ ആണ്. ഹീം പ്രോട്ടീനും നോൺ ഹീം പ്രോട്ടീനും നമുക്കറിയാം, അതായത് അയൺ കണ്ടെയ്ൻ ചെയ്യാത്ത പ്രോട്ടീൻ ആണ് നോൺ ഹീം പ്രോട്ടീൻ. ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ഇൻ വെർട്ടിബ്രേറ്റ്സ്, അതാണ് അതിന്റെ പ്രോപ്പർട്ടി വരുന്നത്, ഫംഗ്ഷൻ വരുന്നത്. ഇതിന് ഇൻവോൾവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. ഓക്കെ, ഇതാണ് ബേസിക് റിയാക്ഷൻ. നെക്സ്റ്റ് വൺ, നൈട്രോജനേസ്. നൈട്രോജനേസ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതില് രണ്ട് മെറ്റാലോ പ്രോട്ടീൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്, Fe പ്രോട്ടീനും MFE പ്രോട്ടീനും. ഈ M എന്ന് പറയുന്നത് മോളിബ്ഡിനം, വനീഡിയം, Fe ഇതൊക്കെ ആവാം. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു ക്വസ്റ്റ്യൻ വരാം. ആൻഡ് നമ്മുടെ കാർബോക്സി പെപ്റ്റിഡൈസ് നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ, നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ കോപ്പർ വരുന്നത് ഹീമോസയനിൻ ആണ്. ദെൻ സിങ്ക് വരുന്നത് നമ്മളിപ്പോ കണ്ടു, കാർബോക്സി പെപ്റ്റിഡൈസ് ആണ്. സോ A2, ദെൻ A2 എന്ന് പറയുമ്പോൾ ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ബി, കോപ്പർ 3 ആൻഡ് C1 peroxidase iron. So option C is the right answer. Next, the number of ATP molecules hydrolyzed when 3 sodium ions pumped out of cell and 2 K plus pumped into the cell. 3 Na plus ions സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോവുകയും 2 K plus ions സെല്ലിന്റെ അകത്തേക്ക് വരികയും ചെയ്യുമ്പോൾ എത്ര ATP മോളിക്യൂൾസിന് ഹൈഡ്രോളിസിസ് നടക്കും, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് ബേസിക്കലി നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ടല്ലോ, അതിന്റെ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഡിയം പൊട്ടാസ്യം പമ്പിൽ നടക്കുന്നത് നമുക്കൊരു സെല്ലിന്റെ അകത്തുള്ള അയോണിക് കോൺസെൻട്രേഷൻ, അതായത് K+ന്റെയും Na+ അയൺസിന്റെയും കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതില് 3 സോഡിയം അയോൺസ് പമ്പ് വഴി പുറത്തേക്ക് വരും, 3 Na+ അയോൺസ്, അതേപോലെ 2 K+ അയോൺസ് എന്ത് ചെയ്യും, അകത്തേക്ക് പോകും. ഇത് ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ATP മോളിക്യൂൾ ആണ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്. ആ ATP മോളിക്യൂൾ യൂസ് ചെയ്തിട്ട് അതിന്റെ എനർജി വെച്ചിട്ടാണ് ഈ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ഇൻ ദി ആക്റ്റീവ് സൈറ്റ്സ് ഓഫ് മെനി എൻസൈംസ് മെറ്റൽസ് ആർ കോർഡിനേറ്റഡ് ബൈ ദി അമിനോ ആസിഡ് ഹിസ്റ്റഡീൻ. Which element in histidine donates the electrons that form the coordinate bond? അതായത് പല എൻസൈംസിന്റെ ആക്റ്റീവ് സൈറ്റ്സില് മെറ്റലുമായിട്ട് ഹിസ്റ്റഡീൻ ഒരു ബോണ്ട് വരുന്നുണ്ട്. ആ ഹിസ്റ്റഡീന്റെ ഏത് ആറ്റം ആയിട്ടാണ് നമ്മുടെ മെറ്റല് കോർഡിനേറ്റഡ് ആവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, ഹിസ്റ്റഡീൻ ഒരു അമിനോ ആസിഡ് ആണ്, എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. അതിന്റെ ഫംഗ്ഷൻ വരുന്നത് പ്രോട്ടീൻ സിന്തസിസ്, ടിഷ്യൂ റിപ്പയർ, ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെയാണ്. ഹിസ്റ്റഡീന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ബേസിക്കലി നമ്മുടെ അയൺ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റഡീന്റെ നൈട്രജൻ ആറ്റമായിട്ടാണ് ഇവിടെ ഈ ഒരു കോർഡിനേഷൻ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് റിഫൈൻഡ് ബൈ സോൺ റിഫൈനിങ് മെത്തേഡ്? സോൺ റിഫൈനിങ് എന്ന് പറയുന്ന മെത്തേഡ്, മെറ്റലർജിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റാത്ത കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇത് ബേസിക്കലി സോൺ റിഫൈനിങ് ഹൈലി പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സിനാണ് ബേസിക്കലി ഇതിന്റെ യൂസ് വരുന്നത്. ജർമാനിയം, ഗാലിയം, സിലിക്കൺ, അതേപോലെ ബോറോൺ വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഗോൾഡിന് നമ്മൾ യൂഷ്വലി ലീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
കുറച്ച് ലെങ്തിയാണ്, നമുക്ക് ചെയ്ത് നോക്കാം. ഇതില് നമ്മുടെ കാർബണിൻ കോമ്പൗണ്ട്സ് CO ബോണ്ട് വരുന്ന കോംപ്ലക്സസ് ആണ് വരുന്നത്. ദെൻ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് കോളത്തിൽ വരുന്നത്. തേർഡ് കോളത്തിൽ ഹൈബ്രിഡൈസേഷനും ജോമെട്രിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ചെയ്ത് നോക്കാം. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് CO 6 ടൈംസ്. നമുക്കറിയാം CO എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അപ്പൊ നമ്മുടെ ക്രോമിയത്തിന്റെ ചാർജ് വരുന്നത് എത്രയാണ്? 0. സോ 4s1 3d5 ആണ് ക്രോമിയം വരുന്നത്. സോ 3d 4s 4p 4d. ഓക്കെ, ഇനി 3d5 ആണ്. 1 2 3 4 5 4sൽ ഒരാളുണ്ട്. നൗ നമ്മുടെ CO എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിങ് സംഭവിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ D ഇലക്ട്രോൺസ് ഒക്കെ പെയർഡായി ദെൻ 4s ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് നമുക്ക് 6 CO ലിഗാൻഡ്സിനെ അക്കോമഡേറ്റ് ചെയ്യണം. D2 sp3 ആണ് വരുന്നത്. ഒക്ടാഹെഡ്രലാണ് ജോമെട്രി വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ എന്തായാലും കറക്റ്റ് അല്ല, കാരണം അതില് D2 അല്ല, sp3 D2 ആണ് ചോദിച്ചിട്ടുള്ളത്. മോറോവർ നമ്മുടെ പാരാമാഗ്നറ്റിക് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മുടെ കോംപ്ലക്സ് വരുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും, കാരണം എല്ലാം അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഓപ്ഷൻ എ വരില്ല. FeCO 5 ടൈംസ് ആണ് അടുത്ത കോംപ്ലക്സ് വരുന്നത്. ഇതിനും ഈ പറയുന്ന പോലെ പെയറിങ് നടക്കും. 5 ഓർബിറ്റൽസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം DsP3 ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അതേപോലെ തന്നെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷനില് നമ്മുടെ പാരാമാഗ്നറ്റിക് ആണ് നമ്മളോട് തന്നിരിക്കുന്നത്, അതെന്തായാലും അല്ല. ദെൻ തേർഡ് വൺ CO 4 ടൈംസ് മൈനസ്. ഈ ഒരു കേസിൽ നമ്മുടെ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് വരുന്നത് -1 ആണ്. കൊബാൾട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4s2 3d7 ആണ്. CO മൈനസ് ആവുന്ന സമയത്ത് എന്ത് വരും? 4s2 3d8 വരും. ഓക്കെ, നമുക്ക് ബേസിക്കലി 4 ലിഗാൻഡ്സ് ആണുള്ളത്. സോ sp3 ആൻഡ് ദ കോംപ്ലക്സ് ഇസ് ഡയാമാഗ്നറ്റിക്. sp3 ആയതുകൊണ്ട് തന്നെ ടെട്രാഹെഡ്രലും ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് വരുന്നത്. ദെൻ ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിക്കൽ CO 4 ടൈംസ് ആണ്. നിക്കൽ CO 4 ടൈംസ് എന്ന് പറയുന്നത് നിക്കല് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെയും 4s2 3d8 തന്നെയായിരിക്കും കോൺഫിഗറേഷൻ വരിക. സെയിം നമ്മളിപ്പം CO 4 മൈനസിന് ചെയ്ത പോലെ തന്നെയാണ് വരിക. ബട്ട് നിങ്ങളുടെ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനില് എന്താ ജോമെട്രി വരുന്നത് സ്ക്വയർ പ്ലാനർ ആണ്. ഹൈബ്രിഡൈസേഷൻ DsP2 ആണ്, അത് റോങ് ആണ്. ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു വരേണ്ടിയിരുന്നത്. സോ ഈ ഓപ്ഷനും റോങ് ആയിട്ട് വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the organometallic compound which follows 18 electron rule. Characteristics of two cyclopentadienyl groups are WC5H5 twice CO twice. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. WC5H5 പകരം C2H5 എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൈക്ലോപെന്റാഡൈനൈൽ ആനിയോൺ ആണ് നമ്മുടെ ലിഗാൻഡ് വരുന്നത്. സോ C5H5 ട്വൈസ് ആണ്. ഇതില് 18 ഇലക്ട്രോൺ റൂള് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പ് അതിന്റെ ഹാപ്റ്റിസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഹാപ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു മെറ്റൽ. 18 ഇലക്ട്രോൺ റൂള് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടാലി ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ക്രോമിയത്തിന്റെ ഗ്രൂപ്പിലാണ് വരിക W6s1 5d5 ആണ് വരുന്നത്. സോ ടോട്ടൽ Wന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. ദെൻ 2 CO ഉണ്ട്. സോ 4 ഇലക്ട്രോൺസ് അവിടുന്ന് വന്നു. മൊത്തം 10 ഇലക്ട്രോൺസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നോക്കേണ്ടത്. അപ്പം ഈ സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1 ഇലക്ട്രോൺ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. അതായത് ഇവിടെ 1 ഇലക്ട്രോൺ മാത്രമേ ഡൊണേഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ 2 ഇലക്ട്രോൺസും കൂടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ അല്ലെ? സപ്പോസ് ഫസ്റ്റത്തെ ഈ ഒരു CP ഗ്രൂപ്പ് 3 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഒരു CPക്ക് 3 ഇലക്ട്രോൺസ് നമ്മൾ കൊടുത്തു. ഓക്കെ അല്ലെ? ഇനി എത്ര ബാക്കി വേണം? 5 ഇലക്ട്രോൺ ബാക്കി വേണം.
ഓൾറെഡി 10 ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു CPന്റെ 3 ഇലക്ട്രോൺസ്, ഇനി 5 ഇലക്ട്രോൺസും കൂടി വേണം. അത് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ CP മോളിക്യൂള് 5 കാർബൺ ആറ്റംസും അറ്റാച്ച്ഡ് ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് ബോണ്ടിങ് ഇങ്ങനെ കാണിക്കാം, അതായത് 5 ഇലക്ട്രോൺസും ഇൻവോൾവ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ 10ഉം 3ഉം 5ഉം ടോട്ടൽ നമുക്ക് 18 ഇലക്ട്രോൺസ് കിട്ടും. സോ 3 and 5 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ദി ഓർഡർ ഓഫ് CO ബോണ്ട് സ്ട്രെങ്ത് ഇൻ ദി ഫോളോയിങ് മെറ്റൽ ഹെക്സാ കാർബണൈസ് ലൈക്ലി ടു ബി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. 3 കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, അതിലെ ഏറ്റവും കൂടുതൽ സിഒന്റെ ബോണ്ട് സ്ട്രെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിലെല്ലാത്തിലും എന്തുണ്ട്, മെറ്റലും കാർബണൈൽ ഗ്രൂപ്പും തമ്മിൽ ബോണ്ടിങ് വരുന്നുണ്ട്. സോ ബേസിക്കലി നമ്മുടെ കാർബണൈൽ കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു മെറ്റലിലേക്ക്. ഈ മെറ്റല് ബാക്ക് ബോണ്ടിങ് പോസിബിൾ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ച് കൊടുക്കും. സോ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ മെറ്റലിന്റെയും കാർബണിന്റെ ഇടയിലുള്ള ബോണ്ട് എന്താവും, സ്ട്രോങ് ആവും. കാരണം ഡബിൾ ബോണ്ട് ക്യാരക്ടർ അവിടെ വരും. ദെൻ ഈ സിഒന്റെ ഈ ബോണ്ട് ഉണ്ടല്ലോ, അത് എന്താ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാല് ഇങ്ങനെയായിരിക്കും വരുക. ഓക്കെ, സോ നമ്മുടെ സിഒന്റെ ബോണ്ട് സ്ട്രെങ്ത് കുറയും. അതായത് ബാക്ക് ബോണ്ടിങ് നടക്കുന്ന സമയത്ത് സിഒന്റെ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ദെൻ MC, ഈ ഒരു ബോണ്ട് മെറ്റലും കാർബണും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കൂടും. ഓക്കെ, സിഒന്റെ ബോണ്ട് സ്ട്രെങ്ത് കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഒന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. ബോണ്ട് സ്ട്രെങ്തിനനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി വരുന്നത്. അതുപോലെ മെറ്റൽ കാർബൺ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. നമുക്ക് നോക്കേണ്ടത് ഇതിലെ ആർക്കാണോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ബാക്ക് ബോണ്ടിങ് നടത്താൻ പറ്റുന്നത് അയാളുടെ കേസിൽ CO ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും ആണല്ലോ. കാരണം ഈ ഒരു ട്രിപ്പിൾ ബോണ്ട് ക്യാരക്ടർ പതിയെ ഡബിൾ ബോണ്ട് ക്യാരക്ടറിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കാണോ കൂടുതലായിട്ട് ബാക്ക് ബോണ്ടിങ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് അവർക്ക് ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മെറ്റൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാത്തിനും കാർബണൈലാണ്. CO ഇത് ക്യാപിറ്റൽ ആണ്, ഓക്സിജൻ എല്ലാം CO ആണ്. CO എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ ആ കോംപ്ലക്സിന്റെ ഹോൾ ചാർജ് വരുന്നത് മൈനസ് ആയിരിക്കും. സോ നമ്മുടെ V മൈനസ് ആയിരിക്കും ഫസ്റ്റ് കോംപ്ലക്സിലുള്ള V. ദെൻ ക്രോമിയം തന്നെ, മാംഗനീസ് പ്ലസ് ആണ്. നമുക്കറിയാം ബാക്ക് ബോണ്ടിങ് നടക്കണമെങ്കിൽ എന്ത് വേണം, ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കുന്നത് ആർക്കായിരിക്കും, വനേഡിയം മൈനസിനായിരിക്കും. മൈനസ് ഉണ്ടല്ലോ, ദെൻ ക്രോമിയം വരും, ദെൻ Mn പ്ലസ് വരും. സോ ഇതാണ് ബാക്ക് ബോണ്ടിങ്ങിന്റെ ഓർഡർ. ഇനി തിരിച്ചു പറഞ്ഞാൽ എന്താ, ബാക്ക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാം, CO ബോണ്ട് സ്ട്രെങ്ത് കുറയാ ചെയ്യുക. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഏറ്റവും കുറവ് CO ബോണ്ട് സ്ട്രെങ്ത് ആയിരിക്കും വനേഡിയത്തിന് വരിക. കാരണം ബാക്ക് ബോണ്ടിങ് കൂടുതലാണ്. VCO6 കുറവായിരിക്കും, ഫോളോഡ് ബൈ ക്രോമിയം CO6, ഫോളോഡ് ബൈ MnCO6. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് is not an organometallic compound. കൊടുത്തിരിക്കുന്നവയിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് നമുക്കറിയാം മെറ്റലും കാർബണും തമ്മിൽ ഡയറക്റ്റ് ബോണ്ട് വരണം. ഫെറസീൻ ഉണ്ട്, സിസ്പ്ലാറ്റിൻ, സൈസർ സോൾട്ട്, ഗ്രിഗ്നാർഡ് റിയേജന്റ്, എല്ലാത്തിന്റെയും സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെറസിന്റെ കേസിൽ നിങ്ങൾക്ക് കാണാം Feയും കാർബൺ ആറ്റംസും ആയിട്ട് ഡയറക്റ്റ് ബോണ്ടാണ് വരുന്നത്. ദെൻ സിസ്പ്ലാറ്റിന്റെ കേസിൽ പ്ലാറ്റിനം, അതാണ് മെറ്റൽ വരുന്നത്. മെറ്റലിന് കാർബൺ ആറ്റം ആയിട്ട് ബോണ്ടിങ് ഇല്ല. സൈസർ സാൾട്ടിന്റെ സ്ട്രക്ചർ ആണ് ഇത്. സൈസർ സാൾട്ടിന്റെ ഫോർമുല വരുന്നത് PtCl3 C2H4 മൈനസ്. ഇതാണ് നമ്മുടെ സൈസർ സാൾട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ C2H4 ആയിട്ട് ബോണ്ടിങ് വരുന്നുണ്ട്. ദെൻ ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മുടെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് RMgH. നമുക്കിപ്പം ആൽക്കൈൽ ഗ്രൂപ്പാണ് കൊടുക്കുന്നതെങ്കിൽ CH3MgH വരും. Mgയും Cയും തമ്മിൽ ഡയറക്റ്റ് ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റും അല്ല. സോ ഏതായിരിക്കും ആൻസർ, ഓപ്ഷൻ B ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.